ഏറ്റവും വലുപ്പമുള്ളതും കാണാനും ഭംഗി റാണി. നമ്മുടെ ഫീമെയിൽ പെൺതേനീച്ച മെലിഞ്ഞിട്ടാണ് ചിറക് വലുതായിരിക്കും. അവരെയാണ് നമ്മൾ വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ആ വീട് നിർമ്മാണം, കൂട് നിർമ്മിക്കുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും തീറ്റ കണ്ടെത്തുന്നതും തേന് കണ്ടെത്തുന്നതും ഒക്കെ അവരാണ്. നമ്മൾ തേനെടുക്കാൻ പോകുമ്പോൾ നമ്മളെ കൂട്ടുന്നതും ഫീമെയിലാണ്. മെയിൽ തേനീച്ച തടിച്ചിട്ടാണ് അവര് മടിയന്മാരാണ്, അങ്ങനെ പണിയൊന്നും ചെയ്യില്ല. വർഷത്തിലൊരിക്കലാണ് നമ്മുടെ ക്വീൻ പുറത്തിറങ്ങുന്നത്, മേറ്റിംഗ് നടത്താൻ വേണ്ടി മാത്രം. അതോടൊപ്പം പോകുന്ന മെയിൽ തേനീച്ചയുമായി ആകാശത്ത് വെച്ചാണ് ഒരു മേറ്റിംഗ് നടത്തുക. മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ആൺ തേനീച്ച ചത്തുപോകും. തിരിച്ചു കൂട്ടിലേക്ക് വരുന്ന ക്വീൻ ഒരു തവണ 1000 മുതൽ 1500 മുട്ടകൾ വരെ ഇടും. അങ്ങനെയാണ് ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ക്വീനിന്റെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ ഫീമെയിലിന്റെയും മെയിലിന്റെയും 3-4 മാസമാണ്. കാരണം നമ്മുടെ ക്വീന്റെ ഫുഡിന്റെ പ്രത്യേകതയാണ്. ക്വീൻ കഴിക്കുന്ന ഫുഡ് സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോയൽ ജെല്ലിയാണ്. അതായത് ജനിച്ച് 1 ദിവസം മുതൽ 21 ദിവസം വരെ പ്രായമായ പെൺതേനീച്ച കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഒരു മിൽക്ക് വരും. ആ മിൽക്കാണ് നമ്മുടെ ക്വീനിന്റെ ഭക്ഷണം. ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് സാധാ ബീ ബ്രെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന തേന്, പൂമ്പൊടി, വെള്ളമാണ്. അതാണ് ഇവരുടെ ആയുസ്സും ഇങ്ങനെ കുറവ്. ജനിക്കുമ്പോഴേ ആരും റാണിയാവുന്നില്ല. അതായത് മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകള് ഒരു 5-6 ലാർവകൾ ഇവര് സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റും. അതായത് നമ്മുടെ ക്വീൻ പ്ലാറ്റ്ഫോം. എന്നിട്ട് ആ ലാർവകൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് നമ്മുടെ റോയൽ ജെല്ലിയാണ്. ആ റോയൽ ജെല്ലി തിന്ന് ഏത് തേനീച്ച പെൺകുഞ്ഞാണോ പുറത്ത് വരുന്നത് അതാണ് ഇവര് നെക്സ്റ്റ് ക്വീൻ. അതായത് പിന്നെ ആ റോയൽ ജെല്ലി കഴിക്കുന്നത് അത് ബാക്കിയുള്ളതിനൊക്കെ ഇവർ നശിപ്പിച്ച് കളയും. അത് ഒരു ഒറ്റ ക്യൂനേ ഉണ്ടാവുള്ളൂ. ആ പുതിയ ക്യൂൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ക്യൂൻ കൂടൊഴിഞ്ഞ് പോയിക്കൊള്ളണം എന്നാണ് ഇവരുടെ നിയമം.